discuss about the topic Mendeleev's periodic table and modern periodic table. In last class, we have studied about classification of elements. Earlier concept എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റിനെ ക്ലാസിഫൈ ചെയ്തത് ലവോയിസിയർ ആയിരുന്നു. ലവോയിസിയർ എലമെന്റിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ആയിരുന്നു. അതിനുശേഷം പിന്നീട് വന്നതായിരുന്നു ഡോബറേനിയർ. അദ്ദേഹം എലമെന്റ്സിനെ ട്രയാഡ്സ് ആക്കി മാറ്റി. ട്രയാഡ്സ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് 3 elements ഹാവിംഗ് സിമിലർ പ്രോപ്പർട്ടീസ്. ദെൻ ന്യൂലാൻഡ്സ്, ലോ ഓഫ് ഒക്ടേവ്സ്. ഇത്രയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇനി അതിനുശേഷം പിന്നീട് വന്ന സയന്റിസ്റ്റ് ആയിരുന്നു മെൻഡലീവ്. അദ്ദേഹം ഒരു റഷ്യൻ കെമിസ്റ്റ് ആയിരുന്നു. ആക്ച്വലി ആദ്യമായിട്ട് എലമെന്റിനെ ഒരു ടേബിളായിട്ട് അറേഞ്ച് ചെയ്ത സയന്റിസ്റ്റ് ആയിരുന്നു മെൻഡലീവ്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അറ്റോമിക് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്നായിരുന്നു പറഞ്ഞത്. മെൻഡലീവ് എലമെന്റിനെ അറേഞ്ച് ചെയ്തത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ് ആയിരുന്നു. അപ്പൊ മെൻഡലീവ് പറഞ്ഞ ഒരു കാര്യം, the properties of elements are the periodic function of atomic weight. ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അറ്റോമിക് വെയിറ്റ്. അപ്പം സ്റ്റേറ്റ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും? Mendeleev's periodic law state that the properties of elements are the periodic function of atomic weight. ഇനി അദ്ദേഹം ചെയ്തത്, എലമെന്റ്സിനെ ഒരു ടേബിളായിട്ടാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്. ഈ ടേബിളിനകത്ത് എലമെന്റ്സിനെ അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആണ്, എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ്. ഇനി അദ്ദേഹം എലമെന്റിനെ ആ ടേബിളിനകത്ത് ഹൊറിസോണ്ടൽ റോസും വെർട്ടിക്കൽ കോളംസും ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഹൊറിസോണ്ടൽ റോസിനെ അദ്ദേഹം പീരീഡ്സ് എന്നും വെർട്ടിക്കൽ കോളംസ് ഗ്രൂപ്പ്സ് എന്നുമായിരുന്നു വിളിച്ചത്. അപ്പോൾ മെൻഡലീവ്സ് എലമെന്റ്സിനെ എങ്ങനെയായിരുന്നു അറേഞ്ച് ചെയ്തത്? ഹൊറിസോണ്ടൽ റോസ് ആൻഡ് വെർട്ടിക്കൽ കോളംസ്. ദീസ് ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് periods and vertical columns are called groups. അപ്പൊ മെൻഡലീവ് പീരിയോഡിക് ടേബിളിനെ പറ്റി രണ്ട് കാര്യം നമ്മൾ പഠിച്ചു. ഫസ്റ്റ് പോയിന്റ്, elements are arranged in the increasing order of atomic weight. Then elements are arranged in horizontal rows and vertical columns. These horizontal rows are called periods and vertical columns are called groups. ഇതാണ് നമ്മുടെ മെൻഡലീവ് പീരിയോഡിക് ടേബിൾ. ഹിയർ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഹൊറിസോണ്ടൽ റോസ്, ദെൻ വെർട്ടിക്കൽ കോളംസ്. ഈ ഹൊറിസോണ്ടൽ റോസ് ആണ് പീരീഡ്സ്, വെർട്ടിക്കൽ കോളംസ് ആണ് ഗ്രൂപ്പ്സ്. മെൻഡലീവ് പീരിയോഡിക് ടേബിൾ കണ്ടെയ്ൻസ് 8 groups and 6 periods. അപ്പം മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു? 8 groups ആൻഡ് 6 periods. ഇനി ഈ ഗ്രൂപ്പിനെ തന്നെ അദ്ദേഹം സബ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. നോക്കാമെങ്കിൽ കാണാം, ഫസ്റ്റ് ഗ്രൂപ്പിനെ തന്നെ എ ബി, ദെൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എ ബി, തേർഡ് ഗ്രൂപ്പ് എ ബി, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരുന്നു. ഇതിൽ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പാണ് 1A. ഇനി അതിൻ്റെ തന്നെ സബ് ഗ്രൂപ്പാണ് 1B. 1Aയിൽ വരുന്ന എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും. ഇപ്പം 1A വരുന്ന എലമെന്റ്സ് ആണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഇതിന്റെ എല്ലാം പ്രോപ്പർട്ടീസ് സെയിം ആണ്. അതേപോലെ 1B എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന എലമെന്റ്സ് ആണ് കോപ്പർ, ഗോൾഡ്, സിൽവർ. ഇതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം സിമിലർ ആയിരിക്കും. അപ്പം ഗ്രൂപ്പ്സ് ആർ അഗൈൻ ഡിവൈഡഡ് ഇൻടു സബ് ഗ്രൂപ്പ്സ്. ഈ സബ് ഗ്രൂപ്പ്സിൽ വരുന്ന എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ നോക്കാമെങ്കിൽ കാണാം, പലയിടത്തും ഗ്യാപ്പ് ഇട്ടിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് ഫ്യൂച്ചറിൽ ഇനിയും കൂടുതൽ എലമെന്റ്സ് കണ്ടുപിടിക്കും. അപ്പോൾ ആ ഗ്യാപ്പ് ഇട്ടെടുത്ത് അതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലേസ് ചെയ്യാൻ പറ്റും.
അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് Mendeleev's periodic table. First point, some gaps were left for the undiscovered elements like gallium, scandium and germanium. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിൾ എടുത്താൽ കുറെ ഗ്യാപ്പ് ഇട്ടിരുന്നു അദ്ദേഹം. അതിന് അദ്ദേഹം പറഞ്ഞ റീസൺ ഫ്യൂച്ചറിൽ കൂടുതൽ എലമെന്റ്സ് കണ്ടുപിടിക്കുമെന്നും അപ്പോൾ ആ പൊസിഷനിൽ അതിനെ പ്ലേസ് ചെയ്യാവുന്നതായിരുന്നു. അങ്ങനെ പിന്നീട് കണ്ടുപിടിക്കുകയും പ്ലേസ് ചെയ്യാൻ പറ്റുകയും ചെയ്ത എലമെന്റ്സ് ആയിരുന്നു ഗാലിയം, സ്കാൻഡിയവും ജെർമേനിയവും. predict properties of elements on the basis of their position in the periodic table. എക്സാമ്പിൾ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അലൂമിനിയത്തിന്റെ താഴെയായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞത് ഫ്യൂച്ചറിൽ അലൂമിനിയത്തിന്റെ പ്രോപ്പർട്ടീസ് എന്താണോ അതിന് സിമിലർ ആയിട്ടുള്ള എലമെന്റിനെ കണ്ടുപിടിക്കുമെന്നും അന്നേരം അതിനെ അവിടെ പ്ലേസ് ചെയ്യാം. അങ്ങനെ പ്ലേസ് ചെയ്ത എലമെന്റ് ആയിരുന്നു ഗാലിയം. അതേപോലെ സിലിക്കനോട് സിമിലർ ആയിട്ട് വരുന്നതായിരുന്നു ജെർമേനിയം. അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റി. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിൽ കൂടുതൽ എലമെന്റ്സ് കണ്ടുപിടിക്കാനും ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളതിനെ പ്ലേസ് ചെയ്യാനും പറ്റിയെന്നുള്ളതായിരുന്നു അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ്, ഇത് എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് കെയിം അണ്ടർ സെയിം ഗ്രൂപ്പ്. അദ്ദേഹം ചെയ്തത് ഗ്രൂപ്പിനെ സബ് ഗ്രൂപ്പായിട്ട് മാറ്റി. ആ സബ് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം സിമിലർ ആയിരുന്നു. ദെൻ കറക്ഷൻ ഓഫ് അറ്റോമിക് മാസ് ഓഫ് സം ഓഫ് ദ എലമെന്റ്സ്. ആ കാലഘട്ടത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ചില എലമെന്റ്സിന്റെ അറ്റോമിക് വെയിറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റി. അന്ന് കറക്റ്റ് അല്ലായിരുന്നു കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള അറ്റോമിക് വെയിറ്റ്, അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റി. ഇതൊക്കെയായിരുന്നു മെന്റലീവ് പീരിയോഡിക് ടേബിളിന്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ. ഇനി ഇതിന് കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പൊസിഷൻ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് ഹൈഡ്രജൻ, അതേപോലെ തന്നെ നോബിൾ ഗ്യാസസ്, ഐസോട്ടോപ്സ്, ഇതിനൊക്കെ ഒരു പ്രോപ്പർ പൊസിഷൻ ഉണ്ട്. പക്ഷെ മെന്റലീവ്സിന്റെ പീരിയോഡിക് ടേബിളിനകത്ത് ഇതിനൊന്നും ഒരു പ്രോപ്പർ പൊസിഷൻ കൊടുത്തില്ല. ഹൈഡ്രജന്, ഐസോട്ടോപ്സ്, നോബിൾ ഗ്യാസസ്. അതാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ്. could not give proper position for hydrogen, noble gases and isotopes. ഇനി നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു, elements are arranged in the increasing order of atomic weight എന്ന് പറഞ്ഞു. ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ arranged from lower to higher. പക്ഷെ ചില സ്ഥലം നോക്കാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ചില പൊസിഷനിൽ elements are arranged from higher atomic mass to lower. ഹയറിൽ നിന്നും ലോവറിലോട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാം. അത് ബോധപൂർവം തന്നെ അദ്ദേഹം വരുത്തിയ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. നമ്മൾ പറഞ്ഞു അദ്ദേഹം എലമെന്റിനെ, ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെ ഒരു ഗ്രൂപ്പിലാണ് അറേഞ്ച് ചെയ്തത്. അങ്ങനെ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വന്ന ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അത്. അപ്പൊ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ്, കുഡ് നോട്ട് ഗീവ് പ്രോപ്പർ പൊസിഷൻ ഫോർ ഹൈഡ്രജൻ, നോബിൾ ഗ്യാസസ് ആൻഡ് ഐസോട്ടോപ്സ്. In some places, elements are arranged from higher atomic mass to lower. അപ്പോൾ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ്, ഒരു ടേബിളായിട്ട് എലമെന്റിനെ അറേഞ്ച് ചെയ്ത സയന്റിസ്റ്റ്, അതായത് ഒരു കെമിസ്റ്റ് എന്ന് പറയുന്നത് ആരായിരുന്നു? മെന്റലീവ് ആയിരുന്നു. Elements are arranged in the increasing order of atomic weight. Then elements are arranged in horizontal rows and vertical columns. Horizontal rows are called periods and vertical columns are called groups. Mendeleev periodic table contains 8 groups and 6 periods. പിന്നെ then groups are again divided into subgroups. സബ്ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇതൊക്കെയായിരുന്നു മെന്റലീവ് പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത. അപ്പൊ ഇതൊക്കെയാണ് മെന്റലീവ് പീരിയോഡിക് ടേബിളിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ അടുത്ത മോഡേൺ പഠിക്കുന്നുടനെ കമ്പാരിസൺ ചോദിക്കും, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്. അപ്പൊ ഡിഫറൻസ് പറയാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. ഫസ്റ്റ്, എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ് ആണ് മെന്റലീവ്. പിന്നെ മെന്റലീവ് പീരിയോഡിക് ടേബിൾ കണ്ടെയ്ൻസ് 8 ഗ്രൂപ്പ്സ് ആൻഡ് 6 പീരിയഡ്. Could not give proper position for hydrogen, noble gases, isotopes.
ഇതൊക്കെയാണ് നമുക്ക് ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. നമ്മൾ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന പീരിയോഡിക് ടേബിൾ ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇത് മോസ്റ്റ്ലി അദ്ദേഹത്തിന്റെ കോ വർക്കേഴ്സും കൂടെ ചേർന്നാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തത്. ആക്ച്വലി ഇത് എടുത്തിട്ടുള്ളത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മെന്റലീവ് ആയിരുന്നു ഒരു ടേബിളായിട്ട് എലമെന്റിനെ അറേഞ്ച് ചെയ്തത്, ഹൊറിസോണ്ടൽ റോസും വെർട്ടിക്കൽ കോളംസ്. മെന്റലീവിന്റെ ആ പീരിയോഡിക് ടേബിളിൽ നിന്നാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലോട്ട് വരുന്നത്. ഇവിടെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ റോസും വെർട്ടിക്കൽ കോളംസ് ആണ്, ഒരു ടേബിളായിട്ടാണ് അറേഞ്ച് ചെയ്തത്. മെന്റലീവ് പറഞ്ഞ കാര്യം, ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് അറ്റോമിക് മാസ് ആണ്. പക്ഷെ മോസ്റ്റ്ലി അത് തിരുത്തി. മോസ്റ്റ്ലി പറഞ്ഞ കാര്യം അറ്റോമിക് മാസ് അല്ല, അറ്റോമിക് നമ്പർ ആണ്. ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടി നിർണ്ണയിക്കുന്ന ഫാക്ടർ അറ്റോമിക് നമ്പർ ആണെന്നാണ് മോസ്റ്റ്ലി പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും? മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ദാറ്റ് the properties of elements are the periodic function of atomic number. മെന്റലി വരുമ്പോ സെയിം സ്റ്റേറ്റ്മെന്റ് ആണ്. അറ്റോമിക് വെയിറ്റ് എന്ന് പറയും, മോഡേണിലോട്ട് വരുമ്പോ അറ്റോമിക് നമ്പർ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ദാറ്റ് the properties of elements are the periodic function of atomic number. ഇനി നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എടുക്കാമെങ്കിൽ കാണാം എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ ആണ്. മോഡേണും മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഡിഫറൻസ് ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ആണ് എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ ഇൻ മോഡേൺ. മെന്റലീവ് നമ്മൾ പറഞ്ഞ അറ്റോമിക് മാസ്. ഇനി സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് കേസ് എടുത്തു കഴിഞ്ഞാലും എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് in horizontal rows and vertical columns. Horizontal rows are called periods and vertical columns are called groups. ഇനി മോഡേൺ പീരിയോഡിക് ടേബിൾ നോക്കുവാണെങ്കിൽ 18 ഗ്രൂപ്പ്സും ഉണ്ട്, 7 പീരിയഡ്സും ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് മെന്റലീവ് പീരിയോഡിക് ടേബിൾ കണ്ടെയ്ൻസ് 8 ഗ്രൂപ്പ്സ് ആൻഡ് 6 പീരിയഡ്സ്. ബട്ട് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ കേസ് എടുക്കുവാണെങ്കിൽ വിച്ച് കണ്ടെയ്ൻസ് 18 ഗ്രൂപ്പ്സ് ആൻഡ് 7 പീരിയഡ്സ്. ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പാർട്ട്. ഹിയർ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ. ഇവിടെ എലമെന്റ്സിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ. ആദ്യമേ വന്നേക്കുന്നത് ഹൈഡ്രജൻ ആണ്, അറ്റോമിക് നമ്പർ ഏറ്റവും കുറവ് ഹൈഡ്രജൻ. ദെൻ സെക്കൻഡ് ഹീലിയം, ലിഥിയം തേർഡ്, 4 ബെർലിയം, ബോറോൺ 5, ദെൻ 6, 7 ഇങ്ങനെ പോവുക. പിന്നെ 11, 12 ഇങ്ങനെ വരുന്നത്. അപ്പൊ എലമെന്റ്സിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ. ദെൻ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഹൊറിസോണ്ടൽ റോസ്. ഹൊറിസോണ്ടൽ റോസ് ആൻഡ് വെർട്ടിക്കൽ കോളം. ഹൊറിസോണ്ടൽ റോസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇങ്ങനെ എലമെന്റ്സ് വരുന്നതിനെയാണ് ഹൊറിസോണ്ടൽ റോസ്. വെർട്ടിക്കൽ കോളംസ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നും താഴോട്ട് എലമെന്റ്സ് അറേഞ്ച് ചെയ്തേക്കുന്നതിനെയാണ് വെർട്ടിക്കൽ കോളംസ്. ദെൻ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഹൊറിസോണ്ടൽ റോസ് ആൻഡ് വെർട്ടിക്കൽ കോളംസ്. ദീസ് ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് പീരിയഡ്സ്. ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പീരീഡ് എന്നും മുകളിൽ നിന്നും താഴോട്ട് വരുന്നതിനെ ഗ്രൂപ്പ് എന്നും വിളിക്കും. അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഹൊറിസോണ്ടൽ റോസ് ആൻഡ് വെർട്ടിക്കൽ കോളംസ്. ദീസ് ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് പീരിയഡ്സ് ആൻഡ് വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്സ്. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എടുക്കുവാണെങ്കിൽ ടോട്ടൽ 7 പീരിയഡ്സ് ആണുള്ളത്. ഫസ്റ്റ് പീരീഡ് ആണ് ഈ ഹൈഡ്രജനും ഹീലിയവും ഉൾപ്പെടുന്നത്. ദെൻ സെക്കൻഡ് ലിഥിയം, ബെർലിയം, ബോറോൺ ഇങ്ങനെ പോകുന്നത്. ദെൻ തേർഡ് സോഡിയം, മഗ്നീഷ്യ, അലൂമിനിയം ഇങ്ങോട്ട് വരുന്നത്. ദെൻ ഫോർത്ത് പീരീഡ് ഇത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത് ഇങ്ങനെ വരും. ഇനി നിങ്ങളിപ്പം വിചാരിക്കും താഴെ 2 റോസ് വരുന്നുണ്ടല്ലോ. ആക്ച്വലി ഇത്
നമ്മുടെ 6th പീരീഡിൽ ലെങ്താനം കഴിഞ്ഞു വരുന്ന എലമെന്റ്സ് ആയിരുന്നു ഇത്. അതിനെയാണ് ലാന്തനോയിഡ്സ് എന്നറിയപ്പെടുന്നത്. ലെങ്താനത്തിന്റെ അറ്റോമിക് നമ്പർ 57. അത് കഴിഞ്ഞ് നോക്കാമെങ്കിൽ കാണാം 72. ഈ 58 to 71 വരെയുള്ളതാണ് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്രയും എലമെന്റ്സിന്റെയും പ്രോപ്പർട്ടീസ് സിമിലർ. അപ്പൊ ഇതിനെ നമ്മൾ താഴോട്ട് മാറ്റി. അതിന്റെ റീസണും എല്ലാം നമുക്ക് പിന്നീട് പഠിക്കാം. ദെൻ ആക്ടിനോയിഡ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് താഴെ വരുന്നുണ്ട്, പീരീഡ്. അത് ആക്ച്വലി ഈ 7th പീരീഡിൽ ആക്ടിനം അറ്റോമിക് നമ്പർ 89. അത് കഴിഞ്ഞ് 104 89 കഴിഞ്ഞിട്ട് ഈ 90 to 103 വരെയുള്ളതാണ് ഇത്. ആക്ടിനം കഴിഞ്ഞു വരുന്ന എലമെന്റ്സ് ആയതുകൊണ്ടാണ് ഇതിനെ ആക്ടിനോയിഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടെയ്ൻസ് 7 periods and 18 groups. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ്, തേർഡ്, 4 ഇങ്ങനെ വന്ന് ടോട്ടൽ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 18 ഗ്രൂപ്പ്സ്. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടെയ്ൻസ് how many periods and groups? 7 periods and 18 groups. ഇതില് ഷോർട്ടസ്റ്റ് പീരീഡ് എന്നറിയപ്പെടുന്നതാണ് ഫസ്റ്റ് പീരീഡ്. ബിക്കോസ് it contains only 2 elements, hydrogen and helium. ഫസ്റ്റ് പീരീഡ് ആണ് ഷോർട്ടസ്റ്റ് പീരീഡ്. ഹൈഡ്രജനും ഹീലിയവും മാത്രമാണ് ഉൾപ്പെടുന്നത്. ലോങ്സ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് 6th പീരീഡാണ്. ഈ 7th പീരീഡ് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ലോങ്സ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? 6th പീരീഡ്. അപ്പം വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് പീരീഡ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ? 6th പീരീഡ്. ഷോർട്ടസ്റ്റ് പീരീഡ് ഫസ്റ്റ് പീരീഡ്. Then the first group elements are known as alkali metals. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് അറിയപ്പെടുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം ഇത്രയും അറിയപ്പെടുന്നതാണ് ആൽക്കലി മെറ്റൽസ്. ഇതിനുള്ള കാരണം ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ആൽക്കലി ആയിരിക്കും. ആൽക്കലി എന്ന് പറഞ്ഞാൽ വാട്ടർ സോല്യൂബിൾ ബേസ്. എക്സാമ്പിൾ സോഡിയം dissolved or react with water to form sodium hydroxide. Then potassium react with water to potassium hydroxide. അതുകൊണ്ടാണ് അതിനെ ആൽക്കലി മെറ്റൽസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. Then second group elements are known as alkaline earth metals. ഇതിന്റെ കോമ്പൗണ്ട്സ് കൂടുതലും നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ കാണുന്നുണ്ട്. അതുപോലെ വാട്ടർ ഡിസോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ബേസ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് നോൺ ആസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ദെൻ ഈ 3 to 12 അറിയപ്പെടുന്ന പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഈ നടുക്ക് വരുന്ന 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പ്സ് ആണ് ട്രാൻസിഷൻ എലമെന്റ്സ്. Then 17th group elements are known as halogens and 18th group elements are known as noble gases. 17th ഗ്രൂപ്പിന് ഹാലോജൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടാനുള്ള കാരണം ഇത് സോൾട്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഹാലോജൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. 18th ഗ്രൂപ്പ് സ്റ്റേബിൾ എലമെന്റ്സ് ആണ്, കംപ്ലീറ്റ് ഇറ്റ്സ് ഒക്ടറ്റ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് നോബിൾ ഗ്യാസസ് ഓർ ഇനർട്ട് ഗ്യാസ്. ദെൻ 13th ഗ്രൂപ്പ് എടുക്കുവാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് മെമ്പർ ബോറോണ, അതിന്റെ പേര് ചേർത്ത് ബോറോൺ ഫാമിലി. 14th ഗ്രൂപ്പ് എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് മെമ്പർ കാർബൺ ഫാമിലി. ദെൻ 15th നൈട്രജൻ ആയിരുന്നു ഫസ്റ്റ് മെമ്പർ, നൈട്രജൻ ഫാമിലി. 16th എടുത്തുവാണെങ്കിൽ ഓക്സിജൻ ഫാമിലി. ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആർ നോൺ ആസ് ആൽക്കലി മെറ്റൽസ്, സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, 17th group halogens and 18th group noble gases or inert gases. ഇനി നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഇവിടെ ഇത്രേ ഈ ഗ്രീൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഇത്രേ എലമെന്റ്സ് എന്ന് പറയുന്നത് മെറ്റൽസ് ആയിരിക്കും. പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതെല്ലാം മെറ്റൽസ് ആയിരിക്കും. പക്ഷെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഇതെല്ലാം എന്തായിട്ട് മാറും? നോൺ മെറ്റൽസ്. ഇനി ഇവിടെ ഒരു
പിങ്ക് കളറിലെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ടെല്ലൂറിയം, പൊളോണിയം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെറ്റലോയിഡ് ആയിരിക്കും. മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസിനും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടീസിനും ബിറ്റ്വീൻ ആയിട്ട് വരുന്ന രണ്ടിന്റെയും പ്രോപ്പർട്ടീസ് കാണിക്കാൻ കഴിവുള്ളതാണ് എന്തെന്ന് പറയുന്നത് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ദ പ്രോപ്പർട്ടീസ് ഇൻ ബിറ്റ്വീൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റി ഉള്ളത്. ഫസ്റ്റ്, in modern periodic table, elements are arranged in the increasing order of atomic number. Then metals are arranged in horizontal rows and vertical columns. Horizontal rows are called periods and vertical columns are called groups. Modern periodic table contains 18 groups and 7 periods. First group is the shortest period because which contains only two elements, hydrogen and helium. Then longest period, sixth period. Then first group elements are known as alkali metals. Second group alkaline earth metals. 17th group halogens and 18th group noble gases or inert gas. 18th group elements are known as noble gases or inert gas. Reason, because noble gases or inert gas elements complete its octet. So it is known as noble gases or inert gas. Then periodicity in properties. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്. ലിഥിയം അറ്റോമിക് നമ്പർ 3, then 4 ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ഇങ്ങനെ പോകുന്നത്. ബോറോൺ അറ്റോമിക് നമ്പർ 5, കാർബൺ 6 ഇങ്ങനെ വന്ന് ലിഥിയം കഴിഞ്ഞിട്ട് വീണ്ടും സോഡിയത്തിലെത്തുക. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അത് കഴിഞ്ഞ് 12 ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വന്ന് പൊട്ടാസ്യത്തിലെത്തുമ്പോൾ അറ്റോമിക് നമ്പർ 9. ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതിന്റെ എല്ലാം പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത ബെർലിയം അറ്റോമിക് നമ്പർ 4 ആണ്. 5, 6 പോയി മഗ്നീഷ്യത്തിലെത്തുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും. മഗ്നീഷ്യവും ബെർലിയവും കാൽഷ്യവും സിമിലർ ആണ്. ഇങ്ങനെ മോഡേൺ പീരിയോഡിക് ടേബിൾ എടുത്താൽ എലമെന്റ്സിന് അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കുക. അപ്പോൾ ഒരു റെഗുലർ ഇന്റർവെല് കഴിയുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് സിമിലർ ആയിട്ട് വരുന്നു. ഇപ്പൊ ലിഥിയം കഴിഞ്ഞ മഗ്നീഷ്യത്തിന്റെ പ്രോപ്പർട്ടി എക്സാമ്പിൾ പറഞ്ഞാൽ ലിഥിയം അറ്റോമിക് നമ്പർ 3 ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് സോഡിയത്തിന്റെ കേസിലെത്തും അറ്റോമിക് നമ്പർ 11. ലിഥിയത്തിന്റെ പ്രോപ്പർട്ടി സോഡിയത്തിനോട് സിമിലർ ആണല്ലോ. ദെൻ വീണ്ടും പൊട്ടാസ്യത്തിലെത്തുന്നു. അപ്പൊ ലിഥിയവും സോഡിയവും പൊട്ടാസ്യത്തിന്റെയും പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. ദെൻ അനദർ എക്സാമ്പിൾ ബെർലിയം അറ്റോമിക് നമ്പർ 4 ഇതിന്റെ പ്രോപ്പർട്ടി മഗ്നീഷ്യത്തിനോട് സിമിലർ ആയിരിക്കും. അതുപോലെ കാൽഷ്യം ഇതിന്റെ എല്ലാം പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും. ഇങ്ങനെ എലമെന്റ്സിനെ അറ്റോമിക് നമ്പറിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കുക. അപ്പം പ്രോപ്പർട്ടീസ് ഒരു റെഗുലർ ഇന്റർവെല് കഴിയുമ്പം സിമിലർ ആയിട്ട് വരുന്നുണ്ട്. ഇതിനെയാണ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. When elements are arranged in the increasing order of atomic number, the properties are repeated after a regular interval. This is known as periodicity in properties. അപ്പോൾ നമ്മുടെ മോഡേണും മെന്റലി പീരിയോഡിക് ടേബിളും കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ what are the differences between modern and mentally periodic table? In modern periodic table, elements are arranged in the increasing order of atomic number. Mentally, increasing order of atomic weight. In modern periodic table contains 18 groups and 7 periods. Mentally, 8 groups and 6 periods. In modern periodic table, ഹൈഡ്രജനും നോബിൾ ഗ്യാസസിനും പ്രോപ്പർ പൊസിഷൻ ഉണ്ട്. ഗീവ് പ്രോപ്പർ പൊസിഷൻ ഫോർ ഹൈഡ്രജൻ ആൻഡ് നോബിൾ ഗ്യാസസ്. മെന്റലി അതിനകത്താണെങ്കിൽ കുഡ് നോട്ട് ഗീവ് പ്രോപ്പർ പൊസിഷൻ ഫോർ ഹൈഡ്രജൻ ആൻഡ് നോബിൾ ഗ്യാസസ്. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിന് മുകളിലായിട്ട് ഹൈഡ്രജൻ ഒരു പ്രത്യേക പൊസിഷൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മെന്റലീവിന്റെയും മോഡേൺ പീരിയോഡിക് ടേബിളും തമ്മിലുള്ള ഡിഫറൻസസ്.